എത്തേണ്ടത് അവിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിലും മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചാണ്. എന്നെ വിജയിപ്പിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരിലും അവർക്കും എന്നിലൊരു അവകാശമുണ്ട്. ആ അവകാശം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കാസർകോട്ടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എപ്പോൾ വേണേലും എന്നെ വിളിക്കാം, കാണാം. ഇടനിലക്കാർ വേണ്ട, ശുപാർശ കത്ത് വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട. നിങ്ങളൊരു കോൾ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ ബസ്തികളുണ്ട്. മനസ്സിലായോ? ഇവിടെ ഞാൻ പങ്കെടുക്കാത്ത ഹൈന്ദവ ആചാരം വിട്ട് വയനാട് കൂടെ വന്നാൽ ഞാൻ അവിടെ പോവും. ഒറ്റക്കോലം തെയ്യം വന്നാൽ പോവും. ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ എല്ലാ സ്ഥലത്തും എൻ്റെ സാന്നിധ്യമുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് എന്നെ വിളിക്കും. ഞാൻ ഒരു രാഷ്ട്രീയവും പറയാറില്ല. ഈ സംസ്കാരത്തെക്കുറിച്ചും ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഓരോ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവർ പോലും ഞെട്ടിപ്പോകും. ഇങ്ങനെയാണോ ഇതിൻ്റെ റിയാലിറ്റി? അവർക്കൊന്നും ഇത് അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ എനിക്ക് കിട്ടി? അപ്പോൾ ഹൈന്ദവരുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഈശ്വര വിശ്വാസികളാണ്. അതേസമയം നേതാക്കന്മാർ മൊത്തം കപട വിശ്വാസികളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ രൂഢമൂലമായ ഈശ്വര വിശ്വാസമുണ്ട്. അവരുടെ ഒരു പ്രതീതിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കാണുന്നത്. ഇയാൾ നമ്മുടെ ആളാണ്, ഇയാൾ ഈശ്വര വിശ്വാസിയാണ്. അത് ഉത്തര മലബാറിലെ ജനങ്ങളെപ്പോലെ ഇത്രയും വിശ്വാസികൾ ഒരു നാടിയം കണ്ടിട്ടില്ല.